فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. ഷഫാഅത്ത് 6 തരത്തിലുണ്ട്. അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നു. ആ 6 തരം ഷഫാഅത്തും അല്ലാഹു അവകാശപ്പെട്ടതാണ്. ഷഫാഅത്തിന്റെ ഈ ജമിഅൻ എന്ന് പറയുന്നത് ആ നിലക്ക് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ട്. ഞാനത് ഒന്ന് എണ്ണി വിശദീകരിക്കാം. രണ്ടാമത്, ഞാൻ നേരത്തെ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനവും മുഫസ്സിരിങ്ങളിൽ ചിലത് പറഞ്ഞിട്ടുണ്ട്. അഥവാ ശാഫിഈ മശ്ഫൂഉ ലഹു ഏത്, മശ്ഫൂഉ ഫീഹി ആയ വിഷയമേത്, ഇത് മൂന്നും അള്ളാന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നാണ് ജമിഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം, ഷഫാഅത്ത് 6 തരത്തിലുള്ള ഷഫാഅത്തുണ്ട്. ആ 6 തരത്തിലുള്ള ഷഫാഅത്തും അത് അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അധികാരപ്രകാരം മാത്രം നടക്കുന്നതുമാണ്. ഏതാണ് 6 ഒന്ന്, അശ്ശഫാഅത്തുൽ കുബ്ര, അശ്ശഫാഅത്തുൽ ഉളുമ, അതിമഹത്തായ ഷഫാഅത്ത്. ആ ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടത് എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ, അങ്ങനെ വിയർപ്പിൽ മനുഷ്യരങ്ങനെ മുങ്ങിപ്പൊങ്ങി നിൽക്കുന്ന ആ ഭയാനകമായ ഘട്ടത്തിൽ ആളുകളെല്ലാം വിഷമത്തിൽ അങ്ങേയറ്റത്തോളം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ആ അങ്ങേയറ്റത്തെ പ്രയാസകരമായ അവസ്ഥയിൽ അവർ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ചെല്ലുന്നു. നിങ്ങൾ അല്ലാഹുവിനോട് ശുപാർശ പറയണം. ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ, നൂഹ് നബിയുടെ അടുക്കൽ, ഇബ്രാഹിം നബിയുടെ അടുക്കൽ, മൂസാ നബിയുടെ അടുക്കൽ, ഇങ്ങനെ ഉലുൽ അസ്മിൽപ്പെട്ടിട്ടുള്ള അമ്പിയാക്കന്മാരുടെ അടുക്കലൊക്കെ അവർ ചെല്ലുന്നു. ഓരോരുത്തരും പറയുന്നു, ഞാൻ ഇത് പറയാൻ തരപ്പെട്ടവനല്ല, എനിക്കതിന് അനുവാദമില്ല. എന്റെ അടുക്കൽ ഇന്ന തെറ്റുകളൊക്കെ സംഭവിച്ചു, വീഴ്ചകളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ഇന്ന് ഖിയാമത്ത് നാളിൽ അങ്ങേയറ്റത്തോളം ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അവസാനം ജനങ്ങൾ മുഹമ്മദ് നബിയുടെ അരികിലെത്തുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനലഹ, ഞാനാണ് അതിന് നിർണയിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും എന്നിട്ട് അള്ളാഹുവിന്റെ അർശിന്റെ കീഴിൽ പോയിട്ട് സുജൂദിൽ വീഴുകയും ദീർഘകാലം സുജൂദിൽ തഹ്മീദ് നടത്തി അങ്ങനെ കഴിച്ചുകൂട്ടുമ്പോൾ അള്ളാഹു ശിരസുയർത്തി ചോദിക്കാൻ പറയുന്നു, നിന്റെ ശുപാർശ ഞാൻ സ്വീകരിക്കാം, നിന്റെ ശുപാർശക്കാരനാക്കിക്ക് എന്ന് പറയുമ്പോൾ പറയുന്ന ശുപാർശ, ജനങ്ങളുടെ ഹിസാബ് തുടങ്ങണം റബ്ബേ, അവരങ്ങേയറ്റത്തെ വിഷമത്തിലാണ്. ആ ശുപാർശയാണ് അശ്ശഫാഅത്തുൽ ഉളുമ. ഇതാണ് ഒന്നാമത്തേത്. അല്ലതി യതഅഖറു അൻഹാ ഉലുൽ അസ്ം, ഉലുൽ അസ്മിൽപ്പെട്ടിട്ടുള്ള അമ്പിയാക്കന്മാർ പോലും ഈ കാര്യം ചെയ്യാൻ അനുവാദമില്ലാത്തവരും അതിൽ നിന്ന് പിന്തി നിൽക്കുന്നവരുമാണ്. അവസാനം റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ റസൂലുള്ള ശുപാർശ പറയുന്ന ആ മസ്അല. രണ്ടാമത്തേത്, شفاعته لأهل الجنة في دخولها، شفاعته لأهل الجنة في دخولها. സ്വർഗം വിധിക്കപ്പെട്ട ആളുകൾ ഹിസാബിന്റെ സന്ദർഭത്തിൽ വിചാരണയില്ലാതെ, ഇഖാബില്ലാതെ, ബിദൂന ഹിസാബിൻ വല അദാബ്, ഹിസാബില്ലാതെ, അദാബില്ലാതെ, ഹിസാബിന്റെ വേദിയിൽ ഇന്നമാ ദാലിക്കൽ അർദ്, അവരെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു, ആ ഹിസാബിന്റെ വേദിയിൽ ഒന്ന് കാണിച്ചു, അവരെങ്ങ് വിട്ടു, മുനാഖശ നടക്കാതെ. അങ്ങനെ നേരെ സ്വർഗം വിധിച്ചിട്ടുള്ള ഒരു വലിയ ജനാവലി. ആ ജനാവലിയിൽ അവരെന്ത് ചെയ്യാണ്? അവര് സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് നേരെ അവർക്ക് കയറാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് കയറണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തുറന്നു കൊടുക്കാൻ വേണ്ടി ശുപാർശ പറയണം. അവിടെ എന്ത് ചെയ്യാണ്? നബിയുടെ സ്ഥാനം അന്ന് ഉയർത്തി കാണിക്കുക. ശഫാഅത്തിന്റെ ഹഖീഖത്ത് പറഞ്ഞല്ലോ. ശഫാഅത്തിന്റെ ഹഖീഖത്ത് ഈ 2 കാര്യമാണ്. ഒന്നുകിൽ ആരാണോ ശുപാർശ പറയുന്നത് ആ ശുപാർശക്കാരന് അല്ലാഹ് മഹ്മൂദായ സ്ഥാനം നൽകുന്നു, സമുന്നതമായ ആദരണീയമായ പ്രശംസനീയമായ സ്ഥാനം നൽകി ആദരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഹഖീഖത്ത്. അല്ലെങ്കിൽ മുവഹ്ഹിദുകളായ ആളുകൾക്ക് അവർ ചെയ്തു പോയ മഅസിയത്ത് അല്ലാഹു പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഹഖീഖത്ത്. ഇവിടെ മുഹമ്മദ് നബിയുടെ സ്ഥാനം ഉയർത്തിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു. അതെങ്ങനെയാണ്? അങ്ങനെ അവസാനം ഫഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പോയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണിട്ട് ഒരുപാട് സമയം മഹാനദി ചൊല്ലി അള്ള പറയുന്നു, നീ തല ഉയർത്തുക, അപ്പോ അള്ളാഹുവിനോട് മുഹമ്മദ് നബി പറയും, റബ്ബേ എന്റെ ഉമ്മത്തീങ്ങൾ അവര് ഹിസാബും കഴിഞ്ഞ് അല്ലെങ്കിൽ ഹിസാബ് കാര്യമായ ഹിസാബില്ലാതെ കണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗം വിധിക്കപ്പെട്ടവരായി സ്വർഗത്തിന്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകളിൽ നിന്നുള്ള വലതുവാതിലിലൂടെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ആളുകളെ അവരെ നീ പ്രവേശിപ്പിച്ചുകൊള്ളുക. ആ വലതുഭാഗത്തുള്ള വാതില് അവർക്ക് മാത്രമുള്ളതാണ്. മറ്റു വാതിലുകൾ അതിലൂടെ അവർക്ക് കയറാം, അതിലൂടെ മറ്റുള്ളവർക്കും കയറാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിന്റെ കാക്കുന്ന മലക്കിന്റെ അടുക്കൽ ചെല്ലുന്നു. ചെന്നിട്ട് ഹാദിൻ ചോദിക്കുന്നു, മനൻ, ആരാണ് താങ്കൾ? ഫഖൂലു മുഹമ്മദ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മുഹമ്മദാണ്. ഫയഖൂലു ബിക ഉമിർ. അപ്പോ സ്വർഗം കാക്കുന്ന മലക്ക് പറയുന്നു, അതെ, താങ്കൾ വന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കാനാണ് എനിക്ക് അല്ലാഹുവിന്റെ ആജ്ഞയുള്ളത്. അതിനാൽ ലാ അഫ്തഹു ലിഅഹദിൻ ഖബ്ലക്, താങ്കളുടെ മുമ്പ് മറ്റാര് വന്ന് പറഞ്ഞാലും എനിക്ക് തുറക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിൽ സ്വർഗം തുറക്കുന്നു. അങ്ങനെ നബിയുടെ ഉമ്മത്തിൽ നിന്ന് ഹിസാബില്ലാതെ സ്വർഗത്തിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് രണ്ടാമത്തേത്. സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി വാതിൽ തുറക്കാനുള്ള ശുപാർശ. മൂന്നാമത്തേത് ശഫാഅത്തുഹു ലിഖൗമിൻ മിനൽ ഉസാത്ത് മിൻ ഉമ്മത്തിഹി ഖദ് ഇസ്തൗജബു അന്നാറ ബിദുനൂബിഹിം ഫയശ്ഫഉ ലഹും അല്ലാ യദ്ഖുലൂഹാ. മൂന്നാമത്തേത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള ഉസാത്ത്, അവരിൽ നിന്ന് മഅസിയത്തുകൾ, ധിക്കാരമായ പ്രവർത്തനങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. തൗഹീദുള്ള മുവഹ്ഹിദുകളായ, ഇഖ്ലാസുള്ള മുഖ്ലിസുകളായ ആളുകളാണ്. പക്ഷെ മഅസിയത്തുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അവരുടെ മഅസിയത്ത് കാരണത്താൽ അവര് നരകത്തിൽ, ആ മഅസിയത്തിന് അവര് നരകത്തിൽ പോയിട്ട് അതിന്റെ ശിക്ഷ വാങ്ങേണ്ടവരാണ്. ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. അവർക്ക് എന്താണ്? ഇസ്തൗജബു അന്നാർ, അവര് നരകത്തിന്റെ ശിക്ഷ അവർക്ക് കിട്ടേണ്ടവരാണ്. പക്ഷേ ഫയശ്ഫഉ ലഹും അല്ലാ യദ്ഖുലൂഹാ. അല്ലാഹുവേ, ആ തൗഹീദുള്ള ആളുകൾക്ക് ആ തൗഹീദിന്റെ ഫضലുള്ളത് കൊണ്ട് റബ്ബേ നീ പുറത്തു കൊടുക്കണമേ, നരകത്തിൽ പ്രവേശിപ്പിക്കാതെ അവരെ നീ സ്വർഗത്തിലേക്ക് വിടണമേ എന്ന് ശുപാർശ പറയാൻ അല്ലാഹു മുഹമ്മദ് നബിക്ക് അനുവാദം കൊടുക്കും. അവരിൽ ചിലരുടെ കാര്യത്തിൽ, ആ ആളുകളുടെ കാര്യത്തിൽ ശുപാർശ പറയും. എന്നിട്ട് അവര് നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ശരിക്കും നരകത്തിൽ അല്പം പോയി, എന്നിട്ട് അതിൽ നിന്ന് അവർ ചെയ്തിട്ടുള്ള മാസിയത്തിന് ശിക്ഷ കിട്ടിയിട്ട് പോരേണ്ടവരായിരുന്നു. പക്ഷെ അവരുടെ തൗഹീദിന്റെ ഫضല് കൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള ശഫാഅത്തിന്റെ ആ ഭാഗ്യം കൊണ്ട് ഇവര് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാകുന്നു. അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. കണ്ടോ, അവര് മാസിയത്തിന്റെ പേരിൽ നരകത്തിൽ നിന്ന് കയറി പോരേണ്ടവരാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫضൽ ഒന്ന്, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൗഹീദുള്ള ആളുകൾക്ക് അവരുടെ മറ്റു മാസിയത്തിൽ മാത്രമാണ് അള്ളാഹ് തൗഫീഖിന്റെ ശുപാർശ പറയാൻ അനുവാദം കൊടുക്കുന്നത്. അത് പ്രകാരം അവർ നരകത്തിൽ പോകാതെ നേരെ സ്വർഗത്തിൽ പോകുന്നു. അപ്പോൾ മൂന്നായി. ഒന്ന് ഉഴന്നുമ്മ, രണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിന്റെ മുന്നിൽ വന്നിട്ടുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആദ്യമായി വാതിൽ തുറപ്പിക്കൽ. മൂന്നാമതായി നരകത്തിൽ പോയി കുറച്ച് ശിക്ഷ അനുഭവിച്ച് പോരേണ്ടവരായിരുന്നു, പക്ഷെ നരകത്തിൽ പോകാതെ നേരെ സ്വർഗത്തിലേക്ക് അവരെ പോകാൻ. ഇത് മൂന്നായി. ഇനി നാലാമത്തേത് ശഫാഅത്തുഹു ഫിൽ ഉസാത്തി മിൻ അഹ്ലി തൗഹീദ് അല്ലദീന യദ്ഖുലൂന അന്നാറ ബിദുനൂബിഹിം. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം മുവഹ്ഹിദുകളാണ്. പക്ഷെ വളരെയധികം ഒരുപാട് മാസിയത്തുകൾ അവർ ചെയ്തത് കാരണത്താൽ അവർ നരകത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നരകത്തിൽ പോയി കഴിഞ്ഞ ആളുകൾ പിന്നീട് നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി രണ്ടാമത് സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് ഷാഫി ആയിരിക്കാൻ അനുവാദം നൽകുന്നു. നീ ശുപാർശ പറഞ്ഞുകൊള്ളുക. ആരുടെ കാര്യത്തിൽ? ഈ നരകത്തിൽ പ്രവേശിച്ചിട്ടുള്ള മുവഹിദുകളിൽ നിന്ന് മഅസിയത്ത് കാരണത്താൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടുള്ള ഈ ആളുകളുടെ കാര്യത്തിൽ ആ ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് അതിലിട്ട് കാണിച്ചു കൊടുക്കുന്നു. അവരുടെ കാര്യത്തിൽ അവർ തൗഹീദുള്ളത് കൊണ്ട് മഅസിയത്തിന് കുറച്ച് ശിക്ഷ ലഭിച്ചു, ഇനി റബ്ബേ ദീർഘകാലം വിടാതെ വേഗം കേറ്റണേ എന്നുള്ള ആ കാര്യത്തിൽ അല്ലാഹു നിർണയിച്ചു കൊടുത്ത ആ വിഷയത്തിൽ അവർക്ക് ശുപാർശ പറയാൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ശറഈയായ ശുപാർശ പ്രകാരം നബിന്റെ ആ തക്രീമത്ത്, നബിക്കുള്ള മഖാമും മഹ്മൂദ് അവിടെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവരെ നരകത്തിൽ നിന്ന് ഉടനെ കരകയറ്റിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് شفاعته لقوم من أهل الجنة في زيادة ثوابهم ورفعة درجاتهم وهذا مما لم ينازع فيها أحد. സ്വർഗത്തിലുള്ള ആളുകൾ അവരിൽ ചിലരുടെ കാര്യത്തിൽ സ്വർഗത്തിലുള്ള പദവി ഉയർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുപാർശ പറയും. റസൂലുള്ളാഹിന്റെ ആ ശുപാർശയിൽ സ്വർഗത്തിൽ അവർക്ക് ഗ്രേഡ് കൂടി കിട്ടും. ഇത് ഉലമാഉൽ ഇസ്ലാം ആരും എതിർത്തിട്ടില്ലാത്ത മറ്റ് പല ഹദീസുകളിലും ഇതിലേക്ക് വ്യക്തമായി തന്നെ സൂചനകളുള്ള ഒരു വിഷയമാണ്. ഇതാണ് അഞ്ചാമത്തേത്. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളിൽ ചിലരുടെ ദറജകൾ ഉയർത്തിക്കിട്ടുന്നതിന് വേണ്ടി റസൂലുള്ളാഹിനെ അല്ലാഹ് ശാഫിയാക്കുന്നു, ചിലരുടെ കാര്യത്തിൽ അല്ലാഹ് അനുവദിക്കുന്നു. അത് ചില വിഷയത്തിൽ, ആ വിഷയം എന്താണ്? റിഫഅതു ദറജാതിഹിം ഫിൽ ജന്ന, സ്വർഗത്തിലുള്ളവരുടെ പദവി ഉയർത്തുക എന്നുള്ളതാണ്. അതിൽ ശുപാർശ പറയുന്നു, അത് അല്ലാഹ് സ്വീകരിക്കുന്നു. ഇത് അഞ്ചാമത്തേത്. ഇനി ആറാമത്തേത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ശഫാഅത്തുൽ ഉലമ ഒഴിച്ചു നിർത്തിയാൽ 2, 3, 4, 5 ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളും ലിഅഹ്ലി തൗഹീദ് വലിഅഹ്ലിൽ ഇഖ്ലാസ് ദൂന ഗൈരിഹിം, തൗഹീദിന്റെ ആളുകൾക്ക് മാത്രമുള്ളതാണ്. ഇനി ആറാമത്തേത് ശഫാഅത്തുഹു ഫീ ബഅദിൽ കുഫാർ, കുഫാറുകളിൽപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ, കുഫാറുകളിൽപ്പെട്ടിട്ടുള്ള ഒരാളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് ഇസ്തിസ്ന കൊടുത്തിട്ടുണ്ട് ശുപാർശ പറയാൻ. മിൻ അഹ്ലിൻ നാർ, നരകസ്ഥനാണ് അയാൾ, നരകത്തിലാണ് അയാൾ കഴിച്ചുകൂട്ടുന്നത്. അതിൽ നരകം ഒഴിവാക്കിക്കൊട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദമല്ല പറയാൻ. അതാ പറഞ്ഞ വിഷയം അല്ലാഹ് നിർദ്ദേശിച്ചു കൊടുക്കാൻ. അയാളുടെ ശിക്ഷയിൽ ഒരു ലാഘവത്വം കിട്ടാൻ ശുപാർശ പറയാൻ അല്ലാഹ് അനുവാദം കൊടുക്കും. ആരാണത്? വഹാദിഹി ഖാസ്സ ബി അബീ ത്വാലിബ് അമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബിന് മാത്രമുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ കേട്ടോ. ബഅദുൽ കുഫാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുഫാറിൽപ്പെട്ട കുറെ ആൾക്കാർക്ക് വാഹിദ് ബാന്ന് പ്രയോഗിക്കുന്നിടത്തൊക്കെ ഗാലിബൻ ഭാഷ ഒരാൾ എന്നാണ് അർത്ഥം വരുന്നത്. ഇത് അബൂ താലിബിനല്ലാതെ വേറൊരാൾക്ക് ഇങ്ങനെ, വേറെ കുഫാറുകളിൽപ്പെട്ട വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തഫ്സീഫ് പറയപ്പെട്ടിട്ടില്ല. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ തൗഹീദിന്റെ മൂന്നാമത്തെ ഭുജം, മൂന്നാമത്തെ വശത്തെ ശക്തിപ്പെടുത്തുന്ന തെളിവാണ്. ഷാഫിയാര് അള്ളാന്റെ അധികാരാണ്, മശ്മൂലഹു ആരുടെ കാര്യത്തിൽ പറയണമെന്നത് അള്ളാന്റെ അധികാരാണ്, ഏത് വിഷയത്തിൽ പറയണം എന്നുള്ളത്. അബൂ താലിബിന്റെ വിഷയത്തിൽ എന്നാ തഫ്സീഫ് പോയിട്ട് സ്വർഗത്തുക്കും കേട്ടിട്ടുണ്ട്, അതെല്ലാം നരകത്തിൽ നിന്ന് കൊണ്ടുവച്ച അറാബിനെക്കാരും വേണ്ടി നടന്നേ എന്നുള്ളവർക്ക് മുഹമ്മദ് നബി ഉണ്ടാകും. പക്ഷെ അതിലേക്ക് പറയാൻ നബിക്ക് അവകാശമുണ്ടോ? നബിക്ക് അവകാശമില്ല. അധികാരാർദ ലില്ലാഹി ശഫാഅത്തു ജമീഅ. ഇങ്ങനെ 6 തരം ശഫാഅത്തുകളുണ്ട്. ആ 6ഉം അള്ളാന്റെ കൈവശം. അള്ളാഹ് അനുവദിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം.